ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം ഞാനൊരു ഈവനിങ്ങിലാണ് വ്ളോഗ് എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ എടുക്കാം. ഈവനിങ് ഔട്ടിട്ട് ഞാൻ ഫുള്ളും എടുക്കുന്നില്ല, ഒരു ഈവനിങ് വ്ളോഗ് എന്നെല്ലാം വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു കോലം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെയോ പോയിട്ടെല്ലാം വന്നതായിരിക്കും എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഒരു റീലെല്ലാം എടുക്കേണ്ടിയിട്ട്, റീലും കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കേണ്ടിയിട്ട് ഇട്ട ഡ്രസ്സാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതേനു. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. എന്നോട് പേഴ്സണലി കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഇന്ന് അങ്ങനെ ഒരു ഈവനിങ് വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈവനിങ് കഴിഞ്ഞിട്ട് എന്തെല്ലാം ഞാൻ നമ്മളെ പരിപാടി എല്ലാം കാണിച്ചു തരാം. പുറത്തൊന്നും എവിടെയും പോകാനില്ല. അപ്പം ഞാൻ വെറുതെ വേണമെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച് ഇവിടെ എന്തൊക്കെ എവിടെയെങ്കിലും ബീച്ച് സൈഡ് അങ്ങനെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ച്. അപ്പം അതും സമയമുണ്ടെങ്കിലേ പോവുള്ളൂ, പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ സമയമില്ലെങ്കിൽ അതും പോകില്ല. അപ്പോൾ ഈവനിങ് എന്നാൽ ചെയ്യുന്നതല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോ ക്ലിപ്സായിട്ട് ഒരു കുട്ടി വ്ളോഗായിരിക്കും. അതുവരെ വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ വ്ളോഗായിരിക്കും. കാരണം നമ്മളെവിടെയും പുറത്തെവിടെയും പോകാനില്ലെങ്കിൽ ഒന്നും കാണിക്കാനുണ്ടാവില്ല. വെറുതെ ഇവിടെ ഇരിക്കുന്നതും നടക്കുന്നതും തിന്നുന്നതും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുറത്തെല്ലാം എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വീഡിയോ ക്ലിപ്സ് കുറച്ച് കൂടുതൽ കിട്ടും. അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറേ ആൾക്കാരെല്ലാം നല്ല ഒപ്പീനിയൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റീൽസ് ഇതിലിട്ട് റീൽസൊന്നും വീഡിയോസൊന്നും എഡിറ്റ് ചെയ്തിട്ട് അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ അതന്നെ ഞാൻ യൂട്യൂബിലും കൂടി പോസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഇന്നൊരു റീല്. അപ്പം അത്രയേ ഉള്ളൂ. കുറേ അപ്പം പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വരൂ ഗൈസ്. ആദ്യം തന്നെ ഞാൻ പോയിട്ട് എൻ്റെ ഈ മേക്കപ്പ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് ഫേസെല്ലാം വാഷ് ചെയ്തിട്ടൊന്ന് വരാം. ജസ്റ്റ് വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് ഇട്ട മേക്കപ്പാണ് ഞാനിത്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് റിമൂവ് എല്ലാം ചെയ്ത് ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. അങ്ങനെ ഞാൻ മേക്കപ്പെല്ലാം റിമൂവ് ചെയ്ത് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഫ്രഷ് എന്ന് വെച്ചാൽ ജസ്റ്റ് വെറ്റ് വൈപ്സ് കൊണ്ട് ഞാനൊന്ന് ഫേസ് ഒന്ന് മേക്കപ്പെല്ലാം റിമൂവ് ചെയ്തിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഫേസ് ഒന്നും കഴുകിയിട്ടില്ല. ഞാൻ ഓൾറെഡി എനിക്ക് കുറച്ച് പണിയുണ്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഫ്രഷ് ഒന്നും ആയിട്ടില്ല, പിന്നെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് ഞാനധികം പിന്നെ ഫേസ് വാഷ് ഒന്നും ഇട്ടിട്ട് ഫേസ് കഴുകാൻ നിന്നിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കുളിക്കാൻ പോകും. അപ്പം അന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ആസ് യൂഷ്വൽ എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ തന്നെ ക്ലീനിങ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല. അപ്പോൾ ക്ലീനിങ് എല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രഷെല്ലായിട്ട് ഞാൻ വരാം. പിന്നെ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പം കണ്ട ഡ്രസ്സില്ലേ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇട്ടായതുകൊണ്ട് അത് വാഷ് ചെയ്യാനുണ്ട്. അത് വാഷ് ചെയ്തിടണം. പിന്നെ എല്ലാം നടുക്കി പറക്കിയെല്ലാം വെക്കണം. പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സെല്ലാം മടക്കി വെക്കാനുണ്ട്. അങ്ങനെ കുറേ ചില്ലറ പണികളുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷപ്പായി സെറ്റായിട്ട് വരാം. ഓക്കെ, ബായ് അല്ല. അപ്പം പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് ഗൈസ്. പണിയെല്ലാം നേരത്തെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും റിലേറ്റഡ് ആയിരിക്കും. ഈ പണി കഴിഞ്ഞിട്ട് കുറേ സമയം ഫോണിലെല്ലാം തോണ്ടിയിരിക്കുന്നത് എല്ലാവർക്കും റിലേറ്റഡ് ആയിരിക്കും. അപ്പം അങ്ങനെ ഞാൻ പണിയെല്ലാം നേരത്തെ കഴിഞ്ഞിട്ട് കുറേ സമയം ഫോണിൽ നോക്കിയിട്ടിരുന്നു. അപ്പോൾ ഇപ്പം എത്രയാണ് സമയം എന്ന് വെച്ചാൽ ഇപ്പം 6 മണിക്കാണ് ഞാൻ പോയിട്ട് കുളിക്കുന്നത്. അപ്പോൾ ഇപ്പം പോയിട്ടൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയതിന് ശേഷം ഉമ്മിന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് വൈകുന്നേരത്തേക്ക്, ഇപ്പോഴത്തേക്ക് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ കൂന്തൽ നിറച്ചത്, ആ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയെല്ലാം ഷെയർ ചെയ്തിട്ടൊരു മിനി വ്ളോഗായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലേക്ക് ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. കുളിച്ചിട്ട് വന്നേ ഗൈസ്. കുളിച്ചിട്ട് വന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവിടെ കുളിച്ചിട്ടൊന്നും പറയുന്നുണ്ടല്ലോ, തലയൊന്നും തന്നെ കാണുന്നില്ലല്ലോ. തല ഞാൻ ഒന്നരടം വെച്ചിട്ട് കുളിക്കുള്ളൂ ഗൈസ്. നിങ്ങൾക്കെല്ലാം അതറിയാൻ പറ്റുമായിരിക്കും എന്തിനാണെന്നല്ലോ. മുടീൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ചില ആളെല്ലാം പറയും ഇങ്ങനെ പിന്നെ വീക്ക്ലി ട്വൈസ് എല്ലാം കുളിക്കുന്നത്, അങ്ങനെയാണ് മുടിക്ക് നല്ലത് വരിക. പക്ഷേങ്കിൽ നമ്മളെ കൊണ്ട് അതൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്ക് പറ്റില്ല. എനിക്ക് ഇപ്പോൾ ഒരു ദിവസം തന്നെ കുളിക്കാണ്ട് നിൽക്കുമ്പോൾ എന്തെല്ലോ ആവും. പക്ഷേങ്കിൽ മുടീൻ്റെ ഒരു ഇത് വെച്ചിട്ട്, ഒരു ആരോഗ്യം ഇത് വെച്ചിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ശരിക്കും സൺഡേ ആണ് കുളിക്കേണ്ടത്. സൺഡേ ഞാൻ മുടി കുളിക്കാണ്ട് നിൽക്കലേ ഇല്ല, പണിയെല്ലാം കഴിഞ്ഞതായതുകൊണ്ട്. പക്ഷേ ഇന്നലെ എന്നോട് കുളിച്ച് പോയി അറിയാണ്ട്. അതുകൊണ്ട് ഇന്ന് കുളിച്ചേ പറ്റുള്ളൂ, കുളിക്കാണ്ട് നിന്നാലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ
ഇനി വേറെ എന്നാ പണി? ഇനി ചായ കുടിക്കണം. പിന്നെ ചായ ഉണ്ടാക്കട്ടെ, എന്നിട്ട് ചായ കുടിക്കണം. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ നമ്മുടെ കൂന്തൽ നിറച്ചത് അതും കൂടി കഴിക്കണം. അപ്പം വരും. പ്രൊഡക്റ്റ് ജസ്റ്റ് മേലെ അത് നമ്മുടെ ഉമ്മാൻ്റെ പിന്നെ ആൻറ്റി കളക്ഷൻസ് എന്ന് പറയുന്നത്, അതുപോലെ ഉമ്മാൻ്റെ മറ്റേ അതിനെന്താ പറയുക, എയർ ഫ്രഷ്നറിൻ്റെ കളക്ഷനാണത് ഗൈസ്. ഇങ്ങനെ ഓരോന്നുമായിട്ട് വരും, എന്നിട്ട് എല്ലാം അവിടെ വെക്കും. അത് ഫൊത്ത കാലിയായി പോയി, അതിൽ ഒന്നിലായിട്ടുണ്ട്, ബാക്കിയെല്ലാം ഫുൾ കാലിയായതാണ്. പിന്നെ ഇത് ഞാൻ കിട്ടിയ മെഡലാണ് മുത്താർപെടിയ പൂവത്തുൽ ചാലി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ സ്നേഹവിതാരം അതാണിത്. പിന്നെ ഇത് ഉമ്മാൻ്റെ ആൻറ്റി കളക്ഷൻ. ഇതിൽ ഒന്നിലായിട്ടുള്ളൂ, ബാക്കി മൊത്തം കാലിയാണ്. പക്ഷെ ഇങ്ങനെ വെക്കുന്നത് ഉമ്മാക്ക് എന്തോ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇതൊന്നല്ലേനും കുറേ ഉണ്ട്, മൊത്തം എടുത്ത് ചാടി തന്നെ, ഇതും കൂടി എടുത്ത് ചാടണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നത്, ഇത് ഇപ്പോൾ റീസെൻ്റ്ലി ഉമ്മ പർച്ചേസ് ചെയ്ത ഒരു സാധനമാണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നമുക്കിഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫോക്സ് ടെയിലിൻ്റെ മറ്റേ ബോഡി ലോഷനാണ്. ഭയങ്കര രസമാവുമല്ലോ. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം കുറച്ചെടുത്ത് തേക്കും, അത്ര തന്നെ, അല്ലാണ്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുമ്മ പറയുന്ന അടിപൊളി സാധനമാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ കുറേ അഡ്വർടൈസ്മെൻറ്റ് ഇപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട്, ഓരോരുത്തർ പ്രൊമോഷൻ ചെയ്തിട്ട്. 1 സെക്കൻഡ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ ഷെയർ ചെയ്ത് തരാം. നല്ല സാധനം, യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പം ഈ സാധനം, ഇത് സംഭവം അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ, കാര്യങ്ങൾ, സ്മെല്ല് എല്ലാം അടിപൊളിയാണ്. ഞാൻ 2 times ഞാൻ യൂസ് ചെയ്തിരുന്നു, സംഭവം അടിപൊളിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നല്ല അടിപൊളി ചായയും കൂന്തൽ നിറച്ചത്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ കൂന്തൽ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. ഇത് ഓൾറെഡി ഞാൻ ഇതിൽ കൂന്തൽ നിറച്ചതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത്, അത് കാണാത്തവരൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണുക. പിന്നെ കൂന്തൽ നിറച്ചതിൻ്റെ ഒപ്പീനിയൻ പറയുന്നത് അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ തിന്നത് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ആ ചായ കുടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ക്ലീനിങ് പരിപാടിയായിരുന്നു. എല്ലാവരുടെയും അറിയുന്ന ആസ് യൂഷ്വൽ എല്ലാവരുടെയും ഉണ്ടാവും. ഒരു ചായ കുടിച്ചാലോ ഫുഡ് കഴിച്ചാലോ കുറേ പാത്രങ്ങൾ ലാസ്റ്റ് കഴുകാറുണ്ടാവും. ഇതും അതുപോലെ തന്നെ എല്ലാ പാത്രങ്ങളെല്ലാം കഴുകിവെച്ച് കിച്ചൺ നല്ലോണം തുടച്ച് ക്ലീനാക്കി സെറ്റാക്കി അടിപൊളിയാക്കി വെച്ച് പണിയെല്ലാം കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയ സമയത്ത് ഉമ്മാമനെ വിളിച്ചിട്ട് വീഡിയോ കൊള്ളുമ്പോൾ സംസാരിക്കുന്നുണ്ടായി. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ചായ കുടിച്ച് ആ പാത്രങ്ങളെല്ലാം കൈവച്ച് എല്ലാം ഒതുക്കി പെഴുക്കി അടുക്കി വെച്ച് ഇനിയിപ്പോൾ കുളിക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ചപ്പാട് വെക്കുന്നത്. ഇനിയിപ്പോൾ വേറൊന്നും പണിയില്ല, എവിടെയും പോകുന്നില്ല. അതുകൊണ്ട് വെറുതെ വ്ളോഗിൽ എന്തെങ്കിലും കാണിക്കണ്ടേ, അതുകൊണ്ട് നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള നമ്മളെപ്പോഴും നമ്മളെ ക്യൂൻസ്വേ ഇല്ലേ, അവിടെ പോവാം, വെറുതെ ഒരു നൈറ്റ് ഔട്ട്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. ഇനി അത് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ക്ലിപ്സ് കാണിച്ചു തരാം. അല്ലാണ്ട് വീഡിയോയിൽ കാണിക്കാനോ ഒന്നുമില്ല. ഞാൻ എന്ത് കാണിച്ചു തരണം നിങ്ങൾക്ക്? അതുകൊണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു ക്യൂൻസ്വേയിൽ പോയിട്ട് നെക്സ്റ്റ് ഇനി അത് കാണിച്ചു തരാം. അപ്പം ഇപ്പം അല്ല പോകുന്നത്, കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊന്ന് ഇരുന്നൊന്ന് മാറ്റി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് സാവധാനം പോകാമെന്ന് വിചാരിച്ച്. അന്നേരം കാണാം. പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അടുത്ത കിച്ചണിൽ അടുത്ത വിളി വന്നത്. നോക്കുമ്പോൾ അവിടെ ഭയങ്കര കാര്യമായിട്ട് ചിക്കൻ സാലഡ് ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കണമെങ്കിൽ ഓടി വായെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് നമുക്ക് കണ്ടിട്ടാണല്ലോ മുഖ്യം. അങ്ങനെ ഇതിൻ്റെ ഓൾറെഡി ഞാനൊരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതെല്ലാവരും ഒന്ന് പോയിട്ട് കാണാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി പറയുന്നുണ്ട്. പിന്നെ അതിൽ ഞാൻ വെജ് എന്ന് പറഞ്ഞത് ചിക്കൻ ആയിരുന്നു ഗൈസ്. പറഞ്ഞതുപോലൊന്നും അപ്പോൾ ഒന്നും നടന്നിട്ടില്ല ഗൈസ്. എവിടെയും പോയിട്ടുമില്ല, ഒന്നും എടുത്തിട്ടുമില്ല. ഞാനിതെല്ലാം കഴിച്ച് ഉമ്മ ഉണ്ടാക്കിയ ആ സ്പെഷ്യലെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം അങ്ങനെ തിന്ന് ലാസ്റ്റ് ഉമ്മയും പാപ്പയും ഓൾറെഡി വരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ക്യൂൻസ്വേയിൽ കുറച്ച് വ്ളോഗെല്ലാം എടുക്കാം അങ്ങനെ വിചാരിച്ചിട്ട് നിന്നതാണ്. പക്ഷേങ്കിൽ എൻ്റെ മടി എന്നെ സമ്മതിച്ചില്ല. അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണല്ലോ, ഒരു ബൈക്ക് ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ ആ വരുന്ന ആ ഒരു മടിയില്ല, അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണല്ലോ. പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് റീൽസ് ഷോർട്സ് ഇതെല്ലാം കണ്ടിട്ട് സമയം ലാസ്റ്റ് ഇപ്പം 11 മണിയായി. 11 മണിക്കാണ് ഞാനിപ്പം ഈ വൈൻഡപ്പ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ ഇങ്ങനെ അങ്ങ് പോയി കഴിച്ചു. അപ്പോൾ അടുത്ത ഒരു സൺഡേ നല്ല അടിപൊളിയായിട്ട് വ്ളോഗായിട്ട് ഞാൻ വരാം. നമ്മളെല്ലാ സൺഡേയും പോകുന്നതാണ്, പക്ഷേ ഇന്നും ഉമ്മാക്ക് സുഖമില്ലാത്തത് കൊണ്ട് എവിടെയും പോകും. ഉമ്മാക്ക് ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ നമുക്കൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എവിടെയും പോകുന്നത്, അതങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി. സാരമില്ല, അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് ഞാൻ വരാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ് വിശേഷം. അടുത്ത വ്ളോഗിൽ കാണാം ഇനി. പിന്നെ എന്തെല്ലാം ടൈപ്പ് ഓഫ് വ്ളോഗാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കേടാ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ വൺസ് അഗെയിൻ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ, അടുത്തൊരു വീഡിയോ കാണാം.